ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപികോപ്പന്മാർക്കും സാദര പ്രണാമം. ഭഗവാന്റെ നാമത്തിൽ വിഷു ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈ പ്രാവശ്യത്തെ വിഷുക്കണി ഭഗവാന് വേണ്ടി എല്ലാവരും സമർപ്പിക്കൂ. ഭഗവാനെ എന്തെല്ലാമാണ് നമുക്ക് സമർപ്പിക്കാൻ കഴിയുക, അതെല്ലാം സമർപ്പിച്ചിട്ട് ഭഗവാനോട് അപേക്ഷിക്കാൻ, നമുക്ക് നല്ലൊരു ഭക്തി നൽകാൻ, ഭഗവാനോടുള്ള ഭക്തി പ്രേമം നമുക്ക് ഉണ്ടാവാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കും. ചിലർക്കൊന്നും വിഷുക്കണി എങ്ങനെ വയ്ക്കണം, എങ്ങനെ ഒരുക്കണം, അങ്ങനെ അതൊന്നും അറിയില്ല. അതുകൊണ്ട് ചിലരാകട്ടെ അത് വിഷുക്കണിയൊന്നും വീട്ടിൽ വയ്ക്കാറില്ല. ഇനി എന്നാൽ അങ്ങനെ വേണ്ട. ഇപ്രാവശ്യം എല്ലാവരും വിഷുക്കണി ഒരുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ആ വിഷുക്കണി എല്ലാം കണ്ട് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാനോ രാധാറാണിയോ അങ്ങനെയുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവും. ഭഗവാനില്ലാത്ത വീടുണ്ടോ? അപ്പോൾ അതെന്തെങ്കിലും കണ്ണനെ ആ വിഗ്രഹം ഒന്ന് എടുത്തിട്ട് നമുക്ക് വിഷുക്കണി ഒരുക്കാം. ഒരു ഉരുളിയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി തുടച്ച് അതിലാണ് ഉണങ്ങലയിലൊക്കെ വെച്ച്, അല്ലെങ്കിൽ നിറച്ചപ്പ് നാഴികളിൽ പറകളിലൊക്കെ നിറച്ചപ്പായിട്ട് വയ്ക്കും. അങ്ങനെ കൊന്നപ്പൂവ്, സിന്ദൂരം വയ്ക്കാറുണ്ട്. എന്നാൽ അത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊന്നും അങ്ങനെ വയ്ക്കാൻ പാടില്ല. പുതുതായിട്ട് വാങ്ങിച്ചിട്ട് അത് വയ്ക്കാം. പൈസയൊക്കെ വയ്ക്കുമ്പോൾ ചില്ലറ പൈസയൊന്നും ആണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകി തുടച്ച് വൃത്തിയായിട്ട് വയ്ക്കുക. നോട്ടുകൾ വയ്ക്കുക, സ്വർണം വയ്ക്കുക, എല്ലാതും പനിനീരിലൊക്കെ കുടഞ്ഞ് ശുദ്ധി വരുത്തിയിട്ട് ഭഗവാന് അങ്ങനെ കണി വയ്ക്കാം, കണി ഒരുക്കാം. അങ്ങനെ എല്ലാ നല്ല നല്ല ഫ്രൂട്ട്സുകൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കണം. എല്ലാവർക്കും ഒരുപാട് ഒന്നും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ളതൊക്കെ കഴുകി തുടിച്ച് ശുദ്ധിയിൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. അതില്ല അതുകൊണ്ട് ഞാൻ കണി വയ്ക്കുന്നില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഭഗവാന് സമർപ്പിച്ച് മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കാണ്ടൊക്കെ നമ്മുടെ ഭഗവാനല്ലേ. അങ്ങനെ ഈ പ്രാവശ്യം എല്ലാവരും കണി വയ്ക്കണം. കൊന്നപ്പൂവൊക്കെ വെച്ച് ഭഗവാന് നല്ല മാലയൊക്കെ ഇട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണനാ. അങ്ങനെ ഭഗവാനെ നമുക്ക് കാണാം. സർവ്വ ഐശ്വര്യം തരും ഭഗവാൻ. ഭഗവാനെ കണ്ടാൽ തന്നെ സർവ്വ ഐശ്വര്യം തരും. അല്ല, അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ സാധനവും ഭഗവാൻ സമർപ്പിക്കണേ. എല്ലാ ചരാചരങ്ങളും 31 കോടി ദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെന്താ പറയുക, എല്ലാം ഭഗവാനാണെന്നാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ഭഗവാനാണെന്ന്. അർജുനന് ഭഗവാൻ ഉപദേശിച്ച് നൽകുന്ന ആ ഭഗവത്ഗീത വായിച്ചാൽ എല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും വിഷുക്കണി വെച്ചിട്ട് അങ്ങനെ നല്ല രാവിലെ തന്നെ നല്ല പ്രാർത്ഥിക്കണം. അത് കാണുമ്പോൾ ആദ്യം നമ്മുടെ പ്രാർത്ഥനയാണ് ഭഗവാനിൽ നമുക്ക് ഭക്തിപ്രേമം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം വിഷുക്കണിയൊക്കെ വയ്ക്കുക. തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കണം. എന്നാൽ നേരത്തെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് വിളക്കൊക്കെ കൊളുത്തി കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് കണി കാണിക്കാം. നമ്മുടെ വീട്ടിലും ഇപ്രാവശ്യം കണി വയ്ക്കാം. അങ്ങനെ കേട്ടോ. എല്ലാവരും വിഷുക്കണി വയ്ക്കണേ.
ഇത് കാണുന്നവരൊക്കെ വിഷുക്കണി വെച്ചാൽ ഒന്നറിയിക്കണേ, കമൻ്റായിട്ട് എഴുതിക്കോളൂ. ഹരേ കൃഷ്ണ എഴുതിയിട്ട് വിഷുക്കണി വെച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ഇടൂ കേട്ടോ. അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് വയ്ക്കാൻ കഴിക്കുക. കയ്പുള്ളതൊന്നും വയ്ക്കാൻ പാടില്ല, നല്ല എരിവുള്ള അങ്ങനെയൊന്നും വേണ്ട. നല്ല കണ്ണന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കണിയൊരുക്കാം. ഐശ്വര്യത്തിൻ്റെയും സമ്പദ്സമൃദ്ധിയുടെയൊക്കെ കാലമല്ലേ വിഷു. ആ മേടമാസത്തിലെല്ലാം വിളവെടുക്കുന്ന നല്ല സമയം. നല്ല കണി വെള്ളരിയൊക്കെ ഉണ്ടാവും. ആ വെള്ളരിയും അങ്ങനെ കർഷകരൊക്കെ എല്ലാം ഉണ്ടാവും. ആ സാധനങ്ങളൊക്കെ ഭഗവാൻ സമർപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളും അതൊക്കെ നമ്മളാൽ കഴിയുന്നതൊക്കെ ഭഗവാന് സമർപ്പിച്ച് അപ്പൊക്കെ ചുട്ട് അതെല്ലാം നല്ല വൃത്തിക്ക് വേണം. നല്ല വൃത്തിയിൽ അങ്ങനെ നന്നായിട്ട് ഒരുക്കി വെക്കണം. പുതു ഒരു വസ്ത്രമൊക്കെ വേണം. പുതുവസ്ത്രം ഉണ്ടാവും. അങ്ങനെ സകല സാധനങ്ങളും നമുക്ക് ഭഗവാനായിട്ട് അങ്ങനെ കണി വെക്കാം. ഭഗവത്ഗീത എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യവും നമുക്ക് ലഭിക്കട്ടെ ഈ പ്രാവശ്യം. എല്ലാവർക്കും എല്ലാ ഭക്തന്മാരാവട്ടെ എല്ലാ ആളുകളും അല്ലേ, എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഭഗവാനോട് നല്ല ഭക്തി ഉള്ള ആളുകളായിട്ട് മാറട്ടെ പ്രാവശ്യം. എല്ലാവരും കണി വയ്ക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വയ്ക്കൂ. അതെല്ലാം കണ്ട് നമസ്കരിക്കൂ, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഈ പ്രാവശ്യം നോക്കൂ, പ്രത്യേക ഒരു എന്താ പറയുക പ്രത്യേകത ഉണ്ടാവും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ അങ്ങോട്ട് ബാധിക്കുകയില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയെ വിഷമത്തിൻ്റെ അവസ്ഥയെ വരില്ല. അതൊക്കെ ഭഗവാനെ അങ്ങോട്ട് നോക്കിക്കോളും. എങ്ങനെയെങ്കിലും അതൊക്കെ മാറ്റി നമ്മളെപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഭഗവാൻ നമുക്ക് നൽകും. 100% ഉറപ്പാണ്. അങ്ങനെ നമ്മൾ കണി വയ്ക്കുന്നതിൽ അതേപോലെ നാളികേരം ഉണ്ടല്ലോ, നാളികേരം രണ്ടായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ കണ്ണില്ലാത്ത ആ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ ഒരു നല്ല ശുദ്ധിയുള്ള വെള്ളത്തുണി ഉപയോഗിച്ചിട്ട് ഒരു കുറച്ച് ഉണങ്ങലരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരച്ച് ഒരു തിരി ഉണ്ടാക്കും. അങ്ങനെ ആ തിരി നമ്മുടെ നാളികേരത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കത്തിച്ച് വയ്ക്കാറുണ്ട് ഭഗവാന്റെ മുന്നിൽ. അതൊക്കെ നല്ല ഐശ്വര്യം ഉള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാതും ഭഗവാന് നല്ല 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 കാഴ്ചകൾ വെച്ച് നമ്മളും അത് കണ്ട് ഐശ്വര്യപൂർണമായിട്ട് മാറട്ടെ. ഈ പ്രാവശ്യം എന്തായാലും കണി വെച്ച് കഴിഞ്ഞിട്ട് കണ്ണനെ അവിടെ എങ്ങാനും ഇട്ടേക്കരുതേ. അങ്ങനെ പൊടി പിടിച്ചിട്ട് പിന്നെ ഒരു വിഷുക്കണി വെക്കുന്ന സമയത്ത് മാത്രം കണ്ണനെ ഓർക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ഭഗവാനെ നമ്മളെന്നും കൊണ്ട് നടക്കണം. നമ്മുടെ മകനായിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാൻ നമ്മോട് കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ എങ്ങനെയെങ്കിലും ഇട്ടേക്കരുതേ. ഭഗവാൻ എന്നും നമ്മൾ കുളിച്ച് രാവിലെ വിളക്കൊക്കെ തെളിയിച്ച് നല്ല സുന്ദരനായിട്ട് ഒരുക്കി പിന്നെ എന്താ പറയുക, ഒന്നും നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള പുതിയ ഗ്ലാസ്സോ ചെറിയൊരു കുഞ്ഞി ഓട്ടുപാത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിൽ ശുദ്ധമായ വെള്ളം നിറച്ചിട്ട് ഒരു തുളസിയുടെ ഇല ഇട്ടിട്ട് ഭഗവാനെ സമർപ്പിക്കുക. ഈ മേടമാസത്തിൽ അങ്ങനെ ഭഗവാനുള്ള ഒരു സമർപ്പണം തുടങ്ങുക. അങ്ങനെ നമ്മളെ ഭഗവാൻ കരകയറ്റും തീർച്ച. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.